എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 36-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ശുക്രോ ജീവിതതാതവാക്യചലിതക്രോധോധസഖ്യാസമം ബിഭ്രദ്യാതമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢസഹവാഹയന്ത്രകരഥം മാഹിഷ്മതീമാവിശൻ വാഗ്ഭിർവത്സമദാശു ശിക്ഷിതിപദൗ സംപ്രാസ്തുധാസങ്കരം. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ശുക്രോ ജീവിത, ശുക്രാചാര്യനിൽ നിന്ന് ജീവൻ തിരിച്ചു കിട്ടിയ. ആർക്ക്? താതവാക്യ, അച്ഛനായ ജമദഗ്നി മഹർഷിക്ക്. ആ ജമദഗ്നി മഹർഷിയുടെ വാക്കുകൾ കേട്ട് ചലിതക്രോധ, ഇളകിമറിയുന്ന കോപത്തോടെ, സഖ്യാസമം, സ്നേഹിതനായ അകൃതവ്രണമുനിയോടുകൂടി, ധ്യാത മഹോദരോപനിഹിതം, ധ്യാനിച്ച ഉടനെ തന്നെ മഹോദരൻ എന്ന ശിവപാർഷദൻ കൊണ്ടുവന്ന ചാപം കുഠാരം ശരാൻ ബിഭ്രത്, വില്ലും വെൺമഴുവും ശരങ്ങളും എടുത്തിട്ട്, ആരൂഢ, രഥാരൂഢനായി, അതായത് തേരിൽ കയറി. ആരുടെ കൂടെ? അകൃതവ്രണനോടുകൂടി. സഹവാഹയന്ത്രകരഥം, കുതിരകളും സാരഥിയും ഒത്ത രഥത്തിൽ. മാഹിഷ്മതീം ആവിശൻ, മാഹിഷ്മതി നഗരത്തിൽ പ്രവേശിച്ചു. അതായത് ഈ കാർത്തവീര്യാർജുനൻ്റെ രാജധാനിയാണ് മാഹിഷ്മതി. വാഗ്ഭിർ വത്സം അദാശുഷി ക്ഷിതിപതൗ, നല്ല വാക്കുകൾ പറഞ്ഞിട്ടും പശുക്കുട്ടിയെ തിരികെ തരാതിരുന്നപ്പോൾ, സംപ്രാസ്തുത സങ്കരം, അങ്ങ് യുദ്ധം ആരംഭിച്ചു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ശുക്രാചാര്യനിൽ നിന്ന് പുനർജീവൻ കിട്ടിയ ജമദഗ്നി മഹർഷിയുടെ വാക്കുകൾ കേട്ട് അങ്ങ് കോപം മൂലം ജ്വലിക്കുകയും, സ്മരണമാത്രയിൽ മഹോദരൻ കൊണ്ടുവന്ന അമ്പും വില്ലും പരശുവും ധരിച്ച് സുഹൃത്തായ അകൃതവ്രണനോടുകൂടി രഥാരൂഢനായി കാർത്തവീര്യ രാജധാനിയായ മാഹിഷ്മതിയിലെത്തുകയും ചെയ്തു. നല്ല വാക്കുകൾ പറഞ്ഞിട്ടും പശുക്കുട്ടിയെ തിരികെ കിട്ടാതായപ്പോൾ അങ്ങ് യുദ്ധം ആരംഭിച്ചു. ഹരേ കൃഷ്ണ.